വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ളോഗ്സ്. അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറണ്ട് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാരിറ്റി. നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ ഇന്നത്തെ നമ്മളുടെ കുക്കിംഗ് എന്താ വെച്ചാ മറ്റേ ബീട്രൂട്ട് തോരൻ, ഇത് മത്തങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. മത്തങ്ങയുടെ ഒരു കറി, എന്റെ നൈറ്റി ഇട്ടിട്ട് കുട്ടി, എന്റെ നൈറ്റി എന്താ ചെവിലോ എന്ന് പറഞ്ഞറിയോ, കുറച്ചു നേരം ഉറങ്ങട്ടെ, എന്റെ കണ്ണ് നല്ലോണം വേദനിക്കണോന്ന്. അപ്പൊ ഇന്ന് മത്തന്റെ ഒരു കറി, പിന്നെ ഞാൻ വേറൊരു കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് വേഗം ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറണ്ട് വന്നു. എന്താ മോളിൽ പോയി കിടന്നോ? അപ്പൊ ഇപ്പൊ ഞാൻ KSEBക്ക് വിളിച്ചേള്ളൂ കേട്ടോ. ഞാൻ എന്നിട്ട് ചൂടായി. കാരണം എന്താ വെച്ചാ നമ്മളിവിടെ 800 രൂപയൊക്കെ ആയിട്ട് കറണ്ട് ബില്ല് വന്നിരുന്നത്. ഇപ്പൊ 2000-ന്റെ മുകളിൽ വിട്ട് ഒരു കളിയില്ല കറണ്ട് ബില്ല് എല്ലാ മാസവും. അതെന്താ സംഭവം എന്നൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ വിളിച്ചിട്ട് ഇങ്ങനെ ചൂടായുള്ളൂ. ചൂടാവില്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാരണം ഒന്നുമില്ല, പിള്ളേരെ സ്കൂളിൽ പോണ സമയത്ത് ഇല്ലച്ച നമുക്ക് ആവശ്യമുള്ള സമയത്താണ് കേട്ടോ കറണ്ട് പോവുക. അപ്പൊ അതുകൊണ്ട് കറണ്ട് വന്നു. അപ്പൊ നമുക്ക് വേഗം പണിയിലേക്ക്. ഞാൻ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇന്ന് കുറേ പണിയുണ്ട് കേട്ടോ. അപ്പൊ ഇന്നലെ ചെതലിന്റെ മരുന്നൊക്കെ അടിച്ചൂലോ. അപ്പൊ അത് കാരണം എല്ലാം മെസ്സായിട്ട് ഇപ്പൊ ഇന്നലെ അടുക്കളയൊക്കെ നൈറ്റിനെ വൃത്തിയാക്കി, ബാക്കിയുള്ളവിടെയൊക്കെ വൃത്തിയാക്കാനുണ്ട്. പിന്നെ നാളെ സ്റ്റെയർ കേസിന്റെ അടിയിൽ ഇതിന് വരുന്നുണ്ട് കേട്ടോ, എന്ത് കബോർഡ് വെക്കാൻ വരുന്നുണ്ട്. അപ്പൊ അവിടെ പെയിന്റ് അടിക്കണം. അപ്പൊ അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണം. അങ്ങനെ കുറെ ജോലിയുള്ള ഒരു ദിവസമാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്നത്തെയും പോലെ തമാശ പറഞ്ഞ് നിൽക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് ജോലിയിലേക്ക് പോവാട്ടോ. അപ്പൊ ഞാൻ വേഗം തുടങ്ങട്ടെ കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഡയറി തരാം. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ എവർടീൻ. നിങ്ങളുടെ പീരീഡ്സ് ഡേയ്സിൽ എന്ന് വെച്ചാൽ 7 days ഉണ്ടാവില്ല, ആ ഒരു ഡേയ്സിൽ നിങ്ങൾക്ക് ഒരു മെൻസ്ട്രൽ പ്രൊഡക്റ്റും യൂസ് ചെയ്യാതെ ഇരിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. നിങ്ങൾക്ക് ഈ ഒരു ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. സോ ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മള് കുക്കിങ്ങിലേക്ക് പോവാം. അപ്പൊ ഞാൻ കടുകെണ്ണയിലാണ് കേട്ടോ ഇനി മുതൽ കുക്ക് ചെയ്യുന്നത്. ഫുഡ് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. കടുകെണ്ണ നല്ലതാണ് കുക്ക് ചെയ്യാന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇതിലാണ് കുക്ക് ചെയ്യുന്നത്. ഇന്നാണ് കേട്ടോ സ്റ്റാർട്ടിങ്. ഇക്കെത്തപ്പെടോടോ. അപ്പൊ എന്തായാലും നമുക്ക് പോവാം. നമുക്ക് ഫസ്റ്റ് മറ്റേ ബീട്രൂട്ട് തോരൻ വെക്കാം കേട്ടോ. ഒരു കമന്റ് ഞാൻ കണ്ടുള്ളൂ, ലെങ്ത് കുറച്ച് കുറയ്ക്ക് ചേച്ചി എന്ന് പറഞ്ഞിട്ട്. പിന്നെ വേറെ കുറച്ച് കമന്റ് കണ്ടു, ലെങ്ത് നിറയെ കൂട്ടണം, കണ്ടുകൊണ്ടിരിക്കാൻ രസമാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ലെങ്ത് കുറയ്ക്കാൻ പറ്റില്ലടാ. വേറെ ഒന്നുമല്ല, നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ 2 മണിക്കൂറൊക്കെ ഉണ്ടാവും വീഡിയോ എടുത്തിട്ട്. ഞാൻ അതിനെ കുറച്ചിട്ട് 40-45 മിനിറ്റിലേക്ക് ആക്കുന്നതാണ് കേട്ടോ. സോറി. കാരണം ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കാണിച്ചില്ല വെച്ചാൽ ഫസ്റ്റ് ഒക്കെ നമ്മൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും കാണിക്കില്ല. അപ്പൊ ചോദിക്കും നിങ്ങൾക്ക് എന്താ എല്ലാ കാര്യങ്ങളും കാണിച്ചുകൂടെ എന്നൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കാണിക്കുമ്പോൾ ഡ്യൂറേഷൻ കൂടാണ്. സോറി കേട്ടോ, ഞാനല്ലേ. അയ്യോ, അപ്പൊ എണ്ണ ചൂടായി, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണയിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു രീതിയിലാണ് കേട്ടോ വെക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല വെക്കുക. ഇന്ന് ഞാൻ വേറൊരു രീതിയിലാണ് വെക്കുന്നത്. കടുക് ഇട്ട ഉടനെ ഞാൻ ബീട്രൂട്ട് ഇടാണ്. അപ്പൊ നമ്മൾക്ക് ഇതിലേക്ക് 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതാണ് നമ്മൾ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഇത് അങ്ങനെ ഇതിലേക്ക് കൊട്ടിയിട്ടോ. ഇനി ഇത് വെന്തതിന് ശേഷമാണ് ഇതിലേക്ക് വേറെയുള്ള കാര്യങ്ങൾ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇനി അത് വേവട്ടെ, നമുക്ക് അടുത്ത കറി ഉണ്ടാക്കാം. ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് കുക്കറിൽ വെച്ചതാണ്. അപ്പോൾ ചോറൊന്ന് ഇനി തിളപ്പിച്ച് വാർക്കണം. അപ്പോൾ ഞാനത് ആക്കട്ടെ കേട്ടോ. അങ്ങനെ ചോറും വെച്ചിട്ടുണ്ട്. ഞാൻ ഞങ്ങളോട് എന്നും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചോറ് പെട്ടെന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കറികളൊക്കെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് ഒന്ന് 2-3 തിള വന്നു കഴിഞ്ഞാൽ അത് വാർക്കാം. അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് ഞാൻ എന്താ ഉണ്ടാക്കുന്നത്, നമുക്ക് മത്തൻ്റെ കറി വയ്ക്കാം. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ ഓടി എടുത്തിട്ട്, ഇത് കുറച്ച് വെള്ളപ്പയറാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് വേഗം ഒന്ന് വേവിച്ചെടുക്കട്ടെ. ഇതൊരു 2 വിസിൽ വരുമ്പോഴത്തേനും നമ്മൾക്ക് മത്തൻ വേവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ വെള്ളപ്പയർ വേവിച്ചിരിക്കുന്നത് മത്തൻ കറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ഇതുണ്ട് കുക്കറ്, വെള്ളപ്പയർ വെച്ചിട്ടുണ്ട്, ചോറ് വേവുന്നുണ്ട്, നമ്മുടെ തോരൻ വേവുന്നുണ്ട്. അപ്പോൾ ഇതിൽ 2 വിസിൽ വന്നു കഴിഞ്ഞ് ഇത് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് ഒഴിഞ്ഞ് കിട്ടും. അപ്പോൾ എനിക്ക് മത്തൻ വയ്ക്കാൻ പറ്റും. ഇതല്ലതിങ്ങനെ ചെറുതായിട്ട് ചുരുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് സെറ്റാക്കാം. അപ്പോൾ ഇത് വിസിൽ വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ കൂടെ ഇറക്കി വെക്കാം. അടുത്ത ആൾ നമുക്ക് വയ്ക്കാം. ഇത് മത്തങ്ങയാണ്. കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മത്തങ്ങ വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കറിവേപ്പിലയും നമുക്കതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ തിളച്ച് സെറ്റാകുമ്പോൾ നല്ല ഇതുണ്ട്. അപ്പോൾ അത് വേവട്ടെ. അപ്പോഴത്തേക്കും നമ്മൾക്ക് ഇതിലേക്കുള്ള ചേരുവ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് അത് ഇടാം. അപ്പോൾ ബീട്രൂട്ട് തോരനിലേക്കുള്ള ഇത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് വെളുത്തുള്ളിയും ചെറുള്ളിയും കൂടി കുത്തിച്ചതച്ചതാണ്. ഇത് പച്ചമുളകും കുറച്ച് നാളികേരം കൂടി ഒന്ന് ഒതുക്കി കുത്തിച്ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ അടച്ച് വെക്കണം. എന്നിട്ട് ആവിയിൽ അങ്ങോട്ട് വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് നമുക്കിത് അടച്ച് വയ്ക്കാം കേട്ടോ. ബീട്രൂട്ടൊക്കെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. മത്തൻകുട്ടം വേകുമ്പോഴത്തേനും നമ്മൾക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ. കുറച്ച് നാളികേരം എടുക്കുക, കുറച്ച് ജീരകം, ചെറിയ ജീരകം, 2 ചെറുള്ളി, എല്ലാം കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് നാളികേരം എടുത്തിട്ടുള്ളൂ, കാരണം കുറച്ച് മത്തനല്ലേ ഉള്ളൂ. ഒത്തിരി ഇങ്ങനെ നാളികേരം ഇട്ട് എനിക്കിഷ്ടമില്ല. അപ്പം ഞാനോണ്ട് കുറച്ച് നാളികേരം ചേർക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഇതൊക്കെ നമ്മളുടെ ഇഷ്ടാനുസരണമാണ്. നിറയെ നാളികേരകം ഇങ്ങനെ കട്ടിയിലൊക്കെ കറി കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം. എനിക്ക് എന്തും അങ്ങനെ ഒരുപാട് ഇങ്ങനെ കട്ടിയിൽ ഇഷ്ടമില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഒരു പുളിങ്കറി പോലെയാണ് എനിക്കെല്ലാം ഇഷ്ടം. മത്തൻ പുളി ഒഴിച്ച് വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇതുവരെ വല്ലാതെ ടോട്ടോ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ സംസാരിക്കാനേ അറിയുള്ളൂ. അതുകൊണ്ടാണ്. ഇനി ഇട്ടോ പറയാതിരുന്ന് എനിക്കൊരു സമാധാനക്കേടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വെള്ളപ്പയറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്നും കൂടെ ഒന്ന് വേവണം, നന്നായിട്ട് സെറ്റ് ആവണം. കാരണം വെള്ളപ്പയർ പാതി വേവായിട്ടുള്ളൂ. അപ്പോൾ രണ്ടും കൂടി സെറ്റ് ആകുമ്പോഴത്തേനും നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതെല്ലാം ഏകദേശം ആയോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ക്ഷീണിച്ചിട്ടൊക്കെ ഇരിക്കുമല്ലേ, ഒരു ജ്യൂസ് അടിച്ചാലോ. അപ്പം ഞാനൊരു ജ്യൂസിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അപ്പം ജ്യൂസിനുള്ള സാധനം കണ്ടാലോ. ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, ഒരു പീസ് ഇഞ്ചി കേട്ടോ, ഒരു ക്യാരറ്റ്,
ഒരു ചെറിയൊരു പീസ് ബീട്രൂട്ട് നമുക്ക് ഒത്തിരി ഇങ്ങനെ പച്ചക്ക് കഴിക്കണം നല്ലതല്ല. അതുകൊണ്ട് ഞാൻ ഒരു പീസ് ഇട്ടിട്ടുള്ളൂ, ചെറുത്. നമ്മൾ ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്കൊക്കെ പ്രശ്നം വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ ബീട്രൂട്ട് ഒഴിവാക്കി കുറച്ച് എടുത്തിട്ടുള്ളൂ. ഒരു നെല്ലിക്ക. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ ഇത്രയും എടുത്തത് എന്താ വെച്ചാൽ നമുക്ക് ഒരാൾക്ക് ഇത്രയൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ ധന്യുണ്ട്, അപ്പോൾ അവൾക്ക് കൂടി ഒരു ഗ്ലാസ് കൊടുക്കാച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കുറച്ച് പാകത്തിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അടിക്കുന്നത്. ഒരു വൈറ്റനിങ് ജ്യൂസ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണം കേട്ടോ. വൈറ്റനിങ് പറഞ്ഞാൽ നമ്മളങ്ങനെ വെളുത്തിട്ട് പാറയല്ല, നമ്മളൊരു ഷൈനിങ്, നമ്മുടെ സ്കിൻ ടോണൊക്കെ ഒന്ന് നന്നാവും കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാം. ഞാൻ സ്കിൻ ടോൺ നന്നാവാനല്ല, ഞാൻ ഇപ്പോൾ നമുക്ക് വയ്യാത്തൊക്കെ ആയതുകൊണ്ട് സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് എനർജറ്റിക് ആയിക്കോട്ടെ വെച്ചിട്ടും കൂടിയാണ് കുടിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ ആപ്പിളിൻ്റെ തോല് ചെത്തുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊരു പ്ലാസ്റ്റിക് പോലുള്ള ഒരു ആപ്പിളാണ്, അതുകൊണ്ട് ഞാൻ ഇത് ചെത്തിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പണ്ടൊക്കെ പറയും ആപ്പിളിൻ്റെ തോല് കഴിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി ബ്ലഡ് വെക്കുന്നൊക്കെ. പക്ഷെ ഇന്നത്തെ ആപ്പിളിൻ്റെ തോല് കഴിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയിട്ട് കിടക്കേണ്ടി വരും. കാരണം എന്തൊക്കെയോ കുത്തി വെച്ചിട്ടൊക്കെ അല്ലേ കഴിക്കുന്നത്. പിന്നെ നമ്മളൊക്കെ കഴിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ വെച്ചിട്ട് വിഷം വാങ്ങി കഴിക്കുകയാണ്. ഞാൻ നല്ല ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പോകുന്നൊക്കെ പറയുന്നുണ്ട്, ഒന്നും നമുക്ക് അറിയില്ല. ഞാൻ അതും കൂടി മുറിച്ചിടുന്നുണ്ട്. അപ്പോൾ എല്ലാം വൃത്തിയായിട്ട് മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. മധുരത്തിന് വേണ്ടി ഒന്നും ചേർക്കണ്ട, കാരണം ആപ്പിളും മറ്റേ ഓറഞ്ചൊക്കെ ഉള്ളതുകൊണ്ട് അത്രയൊക്കെ മധുരം മതി. നമ്മൾ നന്നായിട്ട് ടേസ്റ്റിലൊന്നും കുടിക്കണ്ട, ഹെൽത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ കുറച്ചൊക്കെ ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ട്. ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി വന്നിട്ടുണ്ട്. ഞാനിത് ഫസ്റ്റ് ഡേ ആണ് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ കാണിച്ചു തരുന്നതാണ്. നമുക്ക് നോക്കി നോക്കാം. ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കും അറിയില്ല കേട്ടോ. വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ശരീരം നന്നാവാൻ വേണ്ടി കുടിക്കാന്ന് മാത്രമേ ഉള്ളൂ. കാരണം ബീട്രൂട്ടിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ബീട്രൂട്ട് തോരൻ അങ്ങനൊന്നും എനിക്ക് ഇഷ്ടമില്ല. കുടിക്കുക എന്ന് മാത്രം. നമ്മൾ ഇങ്ങനെയുള്ള ജ്യൂസുകളൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഹെൽത്തിന് വേണ്ടി കുടിക്കുന്ന ജ്യൂസുകളൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അവിടെ കണ്ണും അടച്ചങ്ങളോട് കുടിച്ചോ. മക്കളെ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. ഞാൻ അതിനഴിച്ചു. ഇപ്പൊ എത്രയുണ്ട്. ഇനി ഞാൻ ഇങ്ങനെ വെള്ളം കുടിക്കും പോലെ ഇറക്കാലോ. ഇനി ഇങ്ങനെ സംഭവങ്ങളൊന്നും പറ്റില്ല. സംഗതി കുഴപ്പമില്ല. അരിച്ചു കുടിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മള് മത്തങ്ങ കൂട്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് വറുത്തിടാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാളികേരം ഒഴിച്ചു. ഇത് നന്നായിട്ടൊന്നുണ്ട്. കുറച്ച് നാളികേരം ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു കുറച്ച് എടുത്തിട്ട് തന്നെ അത്യാവശ്യം നാളികേരം ആയിട്ടുണ്ട്. എങ്കിലും ഒരുപാട് നാളികേരം ഉള്ളത് ഇഷ്ടമില്ല. ഓക്കെ, ഇതൊന്ന് നന്നായി തിളച്ചിട്ട് വറുത്തിടാം കേട്ടോ. അപ്പോഴത്തേനും നമ്മളുടെ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് നാളികേരമൊക്കെ ഇട്ട് കൊടുത്തുല്ലോ, നാളികേരം ഉള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുത്തില്ലേ. അപ്പോൾ ഇതുണ്ട് നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ റെസിപ്പി ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇത് ഞാൻ ഓഫ് ചെയ്തിടാം, കാരണം ഇത് നന്നായിട്ട് വെന്തു. അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങയുടെ ഇല പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിന് മുൻപത്തെ ഒരു വീഡിയോയിൽ മുരിങ്ങയുടെ ഇല കഞ്ഞിയുടെ വെള്ളത്തിൽ വെക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ. അത് അത്രയും നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഞാൻ ഇതിനൊന്ന് ഊരിയെടുക്കട്ടെ, എന്നിട്ട് നമുക്കത് വെക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയിലേക്കുള്ള അരപ്പാണ് കേട്ടോ. ഇതിൽ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കുരുമുളക് കേട്ടോ. അത് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിരിക്കുകയാണ്. ഒത്തിരി അരയാൻ പാടില്ല. പിന്നെ ഞാൻ കഞ്ഞിയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ.
പിന്നെ ഇതാണ് കഞ്ഞിയുടെ വെള്ളം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ചതിന് ശേഷം ബാക്കി ഞാൻ കാണിച്ചു തരാം. അപ്പം അതിലേക്ക് അതൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പം നന്നായി ഒന്ന് തിളച്ചിട്ട് നന്നായിട്ട് വേവട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ടാണ് നമ്മൾ മുരിങ്ങയില ഇടുന്നത്. ഇത് നല്ല ഹെൽത്തിയാണ് കേട്ടോ. നമ്മൾ അയൺ കുറയുകയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മൾ ഒത്തിരി നാളികേരവും അതൊക്കെ ഇട്ട് വെക്കുന്നേക്കാളും ഇങ്ങനെ നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് നമ്മളെ മത്തനും വെള്ളപ്പയറും കൂടിയുള്ള കറി നമ്മൾക്ക് വറുത്തിടാം. ഞാൻ അതിലേക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിട്ടോ ഈ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതാട്ടോ. അപ്പൊ നമ്മൾ മത്തൻ കറിയൊക്കെ വറുത്തിട്ടു കേട്ടോ. ഓക്കെ, നമ്മൾക്ക് മുരിങ്ങയുടെ ഇലയിലേക്ക് പോവാം. അപ്പൊ മുരിങ്ങയുടെ അത് നന്നായിട്ട് തിളച്ചു കേട്ടോ. അപ്പൊ നമുക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കാം. നന്നായി കഴുകണം കേട്ടോ. ഞാൻ ഒരു വട്ടം കഴുകി, ഇനി ഒരു വട്ടം കൂടെ കഴുകി, ഇനി ഒരു വട്ടം കൂടെ കഴുകിയിട്ടായിരുന്നത്. അപ്പൊ മുരിങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിങ്ങനെ വെന്ത് ഒരുമാതിരി ആവരുത് കേട്ടോ. അപ്പൊ മുരിങ്ങ കഴിക്കും. നമ്മൾ കുറച്ചൊക്കെ ഒരു വേവായ നമ്മൾ ഓഫ് ചെയ്യണം, എന്നുവെച്ചാൽ ഒരു ടേസ്റ്റ് പോകും കേട്ടോ. അപ്പൊ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്തിടാം. അങ്ങനെയാണ് കേട്ടോ ഉള്ളത്. എന്നിട്ട് തന്നെ മുരിങ്ങയുടെ ഇത് നന്നായിട്ട് തിളച്ചങ്ങോട്ട് പോയിട്ടോ. ഇതുണ്ടോ തിളച്ച് ഞാനൊന്ന് നോക്കുമ്പോഴത്തേനും തിളച്ച് പോയി. അപ്പോൾ ഇതുണ്ടോ. ഇനി ഇത് നന്നായി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് വറുത്തിടാം കേട്ടോ. ഇതുണ്ടോ. ഇത് വെന്ത് കഴിഞ്ഞ് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, ഓഫ് ചെയ്തിടാം. ഇത്രയേ ഉള്ളൂ. അപ്പം മുരിങ്ങയിലൊക്കെ വെന്തു കേട്ടോ. അപ്പം നമ്മൾക്ക് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ്, അത് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. അതുമായി. അപ്പം കുക്കിംഗ് എല്ലാം കഴിഞ്ഞോട്ടെ. ഇനി അത് കഴിഞ്ഞാൽ മറ്റേ പാത്രം കഴുകുക, ഇവിടെ വൃത്തിയാക്കുക, അവിടെ വൃത്തിയാക്കുക, ഗ്യാസ് വൃത്തിയാക്കുക. ഇതാണ്. അപ്പോൾ ഞാൻ എന്തായാലും എന്തൊക്കെയാണ് കുക്ക് ചെയ്തതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മളെ മുരിങ്ങയില കറി, ഇത് നമ്മളെ മത്തൻ കറി, ഇത് ബീട്രൂട്ട് തോരൻ, ഇത് ചില്ലി ചിക്കൻ, ഇതൊരു ഉരുളക്കിഴങ്ങ് കറി കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ കുക്ക് ചെയ്തത്. ഓക്കെ, ഇനി വേറെ കുറേ പണികളുണ്ട്, അങ്ങോട്ട് പോട്ടെ. തെറ്റി ഇവിടെ വാ, തെറ്റിയുടെ വീട് എവിടെ? ഇങ്ങോട്ട് വേഗം വാ. തെറ്റിയേ തെറ്റിക്ക് ഇപ്പൊ സുഖദശയാണ്, ശുക്രദശ. ഇവിടെ വാ. എങ്ങോട്ടാ പോണത്? രാവിലെ നിക്ക് മടല് വരി അടിക്കാൻ പോണു ഞാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടെച്ചാ പറയണം കേട്ടോ. ഓക്കെ, അത് പോണുണ്ടോ? വേറെ ഏതോ വീട്ടിൽ നിന്ന് വന്നിട്ട് പോണ പോലെ, ഈ വീട്ടിൽ തല്ലാത്ത പോലെ. ഉണ്ണി അങ്ങനെ ജിമ്മിന് വേണ്ടി റെഡിയായി അവൾ പോകാൻ നിൽക്കുമ്പോഴാണ് ചെറുത് വന്നിട്ട് ആഭ്യന്തര ചർച്ച പോലെ ഇവിടെ നിന്ന് പറയണം കേട്ടോ. വേറൊന്നുമല്ല, എന്താ ലേണേഴ്സിൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം പറഞ്ഞ് ഞാനും ചെറുതും കൂടി തർക്കിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അധികവും പ്രൊമോഷൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് പുറത്തുകൊണ്ട് വെച്ചു. ഞാൻ ഒറ്റയ്ക്ക് അണച്ചാലും എനിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഞാനതെല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. കാരണം എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഇന്ന് പെയിൻ്റ് അടിച്ചേ പറ്റുള്ളായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആരുടെയും സഹായമൊന്നും ഞാൻ തേടില്ല. എനിക്ക് വയ്ക്കുന്ന പോലെ ഞാൻ ചെയ്യും. കാരണം എനിക്ക് അതാണ് ഇഷ്ടം. അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞ് അവർ വന്ന് അത് ചെയ്യുമ്പോഴത്തേനും നമ്മൾ സ്വന്തം ചെയ്യണം നല്ലത്. ഗായ്സ്, മമ്മി ഇവിടെ പൊരിഞ്ഞ പണി എന്താ ചെയ്യുന്നത്? പ്രൊമോഷന്റെ ആണല്ലോ. അടിയിലാരോ ഒരു പെൺകുട്ടി ഓരോന്ന് എടുത്ത് വന്നപ്പോഴാട്ടോ ഇതിൻ്റെ അകത്ത് ഇത്രയും സാധനങ്ങളുണ്ടോയെന്ന് വിചാരിച്ച് സിറ്റൗട്ട് നിറഞ്ഞു കേട്ടോ. പിന്നെ വാഷ് ഏരിയയിലും ആ സൈഡിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. കബോർഡ് വെച്ചതിന് ശേഷമൊക്കെ ഒതുക്കി വയ്ക്കാമല്ലോ. ഞാൻ പെയിൻറ് കടയിൽ വിളിച്ച് പെയിൻറ് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ഡെലിവറി ബോയ് വന്നിരിക്കണം. ഹലോ, ഇതിന് എത്ര രൂപയാണ്? എന്താ അവിടെ ഒരു ജോലിക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല എത്ര രൂപയെന്ന്? മുതലാളിനെ വിളിച്ച് ചോദിക്കാനാ പറയണത്.
ശരി, ഇതാണ് ഞാനൊരു പാറ്റ് നമ്മൾ ബൈഡാ നമ്മൾ സേവണി ജിമ്മിന് മുമ്പ് ഞാൻ വാങ്ങിക്കൊണ്ട് തരാൻ പറഞ്ഞു കേട്ടോ. നമ്മൾ മറ്റെന്താ പറയുക, കയറും പറയുന്ന വാങ്ങിച്ചതാണ്. സ്റ്റെയർ കേസിൻ്റെ അടി അടിക്കാനാണ് കേട്ടോ. കുറച്ചൊക്കെ എന്തൊക്കെയാണ് വേണ്ടാത്ത സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ കുറേ ഷൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അതും വേണ്ടാത്തതൊക്കെ കളയണം, എന്നിട്ട് നല്ലത് മാത്രം വെക്കണം. പിന്നെ ഗ്യാസ് അടുപ്പ് നമ്മളന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതിന് കൊണ്ടു കൊടുക്കണം. ആ സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നത്. ഹലോ, അപ്പോൾ ഞാൻ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടുണ്ട് കേട്ടോ. നാളെ അവിടെ കബോർഡ് വർക്കിന് ആൾ വരികയാണ്. അപ്പോൾ ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഞാനത് ചെയ്യാച്ചിട്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും അതിൻ്റെ ഇടയിൽ പെയിൻറ്റ് അടിക്കണം. അപ്പോൾ ഞാൻ പെയിൻറ്റ് അടിക്കാൻ വേണ്ടി പോവാണ്. ഉണ്ണി പെയിൻറ്റ് വാങ്ങിയിട്ട് വന്നല്ലോ, അപ്പോൾ ഞാൻ പെയിൻറ്റ് അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ അപ്പോൾ ഇതാണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ ഇവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെ മെസ്സായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിലൊക്കെ പെയിൻറ്റ് അടിച്ചിട്ട് കുട്ടപ്പനാക്കാൻ പോവാണ് കേട്ടോ. പെയിൻറ്റ് അടിക്കണ മുൻപ് ഇങ്ങനെയാണ്. പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയെന്ന് കാണിച്ചിട്ടുണ്ട്. അവിടെ ചെതൽ വന്നിട്ടുണ്ട്. നമ്മൾ അതൊക്കെ വൃത്തിയാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ആദ്യം ഒന്ന് വൃത്തിയാക്കിയിട്ട് പെയിൻറ്റ് അടിക്കട്ടെ കേട്ടോ. എത്ര സ്ഥലം ഉണ്ടെങ്കിലും നമ്മൾ ഇതിൻ്റെ അടി കൊണ്ട് വയ്ക്കും. അവിടെയൊക്കെ ഇതായില്ലേ സാധനങ്ങൾ വെച്ചിട്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഇതാണ് ലെവൽ. വൃത്തിയാക്കി ഇവിടുത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റിട്ടോ. ആ വടി എടുക്ക്, ഉണ്ണീനെ അടിക്കാനുള്ളതാ. തീരെ അനുസരണയില്ല അവൾക്ക്. അത് കൊള്ളാം. അത് നല്ലൊരു കാര്യം ഇതാണ്. അപ്പൊ ഇത് നമ്മൾ എന്താ ചെയ്യാ, പെയിന്റ് അടിക്കും അല്ലേ? എവിടെ ഇതിനടി പെയിന്റ് അടിക്കാൻ പോവാ. ഇവിടെ അടിക്കാൻ പോവാ. ഇവിടെ ഇങ്ങനെയാണ് ബിഫോർ. മാറ് മമ്മി, ചൂല് മാറ്റിട്ട്. ഇവിടെയാണ് ഗൈസ്, ഇങ്ങനെയാണ് ഞാൻ ഇതിന്റെ ആഫ്റ്റർ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, മമ്മി എവിടെ? ഇതാ സംഭവങ്ങളൊക്കെ നമ്മൾ അവിടേക്ക് വെച്ചു. ഇതെന്റെ അത് നാളെ കബോർഡ് വർക്കിന്റെ ആൾക്കാർ വരുമല്ലോ. അപ്പൊ അത് ചെയ്ത് എന്തായാലും അവിടെ ഒഴിക്കേണ്ടി വരും. അപ്പൊ വേണ്ട സാധനങ്ങളൊക്കെ അതിന്റെ അടിയിലേക്ക് വെച്ചിട്ട് വേണ്ടാത്തൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, നമ്മള് ആൾക്കാര് വീട് വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കണം. ഞാന് മമ്മി കുമ്പിടിയാണ്. നമ്മൾ ഡീപ് ക്ലീനിങ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയല്ലേ ചെയ്യാവേ? ബൈ. കുപ്പുമുറ എടുക്കാൻ പോയതാണ്. ബെഡ്റൂമിലേക്ക് പോണത്. കുപ്പുമുറ അവിടെ അല്ലേ? என்ன பண்ற செல்லம்? ഇപ്പൊ ജിം കഴിഞ്ഞു വന്നു ഉണ്ണി. ഞാൻ അവിടെ പെയിന്റ് അടിക്കാൻ വേണ്ടി പോവാണ്. അവൾക്ക് പാക്ക് വേണം, പാലും വേണം. അവൾക്ക് പാക്ക് വേണം തലയിലിടുന്നത്. മറ്റവൾക്ക് പാക്ക് വേണം. ഇത് രണ്ടാളും ഉണ്ടാക്കില്ല, ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അതെന്താന്നറിയോ? ഐ ട്രസ്റ്റ് ദാറ്റ് മമ്മി ഉണ്ടാക്കിയിട്ട് തേച്ചാൽ മുടി നന്നായി വളരുന്നു. അതൊക്കെ ഓക്കെ, ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ തൊയിരം തരണ്ടേ? ഇതൊന്നും ഇതിരി തൊയിരം വേണോ? ഇപ്പൊ എത്ര ദിവസം ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട്? ഞാൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞോ? പറഞ്ഞു നീ. എന്നിട്ട് വേണ്ട, ഇന്നലെ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ശരി, നിർത്ത്. ഇതൊക്കെ മമ്മി പോകുമ്പോ എന്റെ കണ്ണ് വേദനിക്കണം, കണ്ണിൽ എന്തോ ഇടിച്ച പോലെ. അതുകൊണ്ട് ഈ പനി വരുന്ന പോലെ ഉണ്ട്. അതാണ്. എന്താ മമ്മി? മമ്മിയുടെ അടുത്ത് ഞാൻ ജിമ്മിന് പോകുമ്പോ ഉണ്ടാക്കി വെക്കാൻ പറയും. ഞാനൊരു കാര്യം പറയട്ടെ, കള്ളി. ഇനി നിങ്ങൾക്കൊരു കാര്യം പറയട്ടെ. എനിക്ക് സത്യം പറഞ്ഞാ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. എനിക്കില്ലേ വയ്യാന്ന് പറയാൻ ഇപ്പൊ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ അതിനൊരു വേർഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡൗൺ. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നല്ലോണം വയ്യച്ചാ ഞാൻ പോയി കിടക്കും, ഞാൻ വയ്യാന്ന് പറയില്ല. അപ്പൊ ഞാൻ പറയും നിങ്ങളത് ഡബിൾ ഡൗൺ ആണെന്ന്. ഡബിൾ ഡൗൺ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി വയ്യാന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് രാവിലെ പറയണം, ഉണ്ണി ട്രിപ്പിൾ ഡൗണോ തോന്നണോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ വയ്യാന്ന് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എത്ര വയ്യച്ചാലും ഞാനത് പറയാൻ ആഗ്രഹിക്കില്ല കേട്ടോ. അപ്പൊ ഞാൻ അതിനൊരു പേരിട്ടിരിക്കുന്നത് ഡബിൾ ഡൗൺ, ട്രിപ്പിൾ ഡൗൺ, ഡൗൺ. ഡൗൺ പറഞ്ഞ ഒരു കുഴപ്പമില്ല, നടക്കാം. അല്ല, നടക്കാം. ഡബിൾ ഡൗൺ പറഞ്ഞ കിടക്കാം. ട്രിപ്പിൾ ഡൗൺ പറഞ്ഞ അങ്ങനത്തെ വയ്യ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ, എനിക്ക് രാവിലെ തൊട്ട് ഡബിൾ ഡൗൺ ആയിരുന്നു. എന്നാലും ഞാൻ എണീറ്റ് ചെയ്തതാണ്. കുഴപ്പമില്ല, ശരിയാവും. നമുക്ക് എന്ത് ചെയ്യാം? ആ പാക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പാക്ക് ഉണ്ടാക്കണം. ചെറുതിനുള്ള പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, വലുതിനുള്ള പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ടാറ്റ. ഞാൻ അതുകൊണ്ട് നമുക്ക് പെയിന്റ് അടിക്കണം പോയിട്ട്. ഇപ്പൊ വരാ, കട്ട് ചെയ്യുന്നു. ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോ ഇത്ര നീളത്തിലുള്ള ഒരു മുടി ഞാൻ ആരായിരുന്നു പിന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് എന്റെ മമ്മി. എന്താ ഇവിടെ
ഞാൻ അവിടെ ചോറിന്റെ വെക്കുക. എന്താ എന്റെ മമ്മിക്ക് പെയിന്റിന്റെ ഒരു വീക്ക്നെസ് ആയി. മമ്മി അത് പാഷൻ ആയിട്ട് എടുത്തു. അല്ലേ, നീ എന്താ വിളിച്ചില്ല? ഞാൻ അവിടെ ചോറും കൂടെ വെക്കുക. ഓ നല്ല കോമഡി ആയിട്ടോ. മാസിനെ കൂടി വരെ ഊട്ടി വരെ പോവാ. നല്ല ഊട്ടിയിലേക്ക് ഒരു യാത്ര. ഓക്കെ ഗൈസ്, ഇപ്പൊ ഈ ഇടയായിട്ട് മമ്മിക്ക് പെയിന്റ് അടിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ. വീട്ടിലാർക്കെങ്കിലും പെയിന്റ് അടിക്കാൻ കാശില്ലെങ്കിൽ മമ്മീനെ വിളിച്ച് മമ്മി ഫ്രീ ആയിട്ട്. എനിക്ക് പെയിന്റ് അടിക്കാൻ ഇഷ്ടായിട്ടല്ല, നമ്മൾ അന്ന് പെയിന്റ് അടിക്കുമ്പോ ഈ ഭാഗം അടിച്ചിരുന്നില്ല. അപ്പൊ നാളെ കബോർഡ് വെക്കാൻ ആള് വരികയാണ്. അപ്പൊ ഇങ്ങനെ വൃത്തികേടായിട്ട് കബോർഡ് വെച്ച പിന്നെ അതിന്റെ അടി പെയിന്റ് അടിക്കാൻ പറ്റില്ലല്ലോ. പെയിന്റ് അടിക്കല്ലോ, കബോർഡ് തുറന്ന് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് വാലടിക്കണം. പിന്നെ നമ്മൾ അതിന്റെ ഒരു വൃത്തിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡബിൾ ഡൗൺ ആണ് എങ്കിലും ഈ കാര്യത്തിന് എത്ര വൈകിച്ചാലും വൃത്തിയാക്കണ കാര്യം ഞാൻ വിട്ടുകൊടുക്കില്ല. ഓക്കെ, അപ്പൊ എന്തായാലും അടിച്ചു കഴിഞ്ഞിട്ട് കാണാം അല്ലേ? അതെ. ഓക്കെ, അപ്പൊ നമുക്കെല്ലാം മസനോടി പോയിട്ട് അപ്പോഴേക്ക് ഒരാൾ ഓൾമോസ്റ്റ് കുമ്പിട്ടിട്ടും എല്ലാം അടിക്കുന്നത് ഓൾമോസ്റ്റ് അടിച്ചു കഴിഞ്ഞു ഗൈസ്. ഇവിടെയൊക്കെ സെറ്റ് ഉണ്ട്. സൂപ്പറായിണ്ടല്ലോ. അതായത് അടിയിൽ മാത്രത്തിൽ ബുദ്ധിമുട്ടാ. പിന്നെ എന്താ ചെയ്യാ? അതെങ്ങനെയെങ്കിലും അതിന്റെ ഉള്ളിൽ പോകണം. നോക്ക്, അതിനകത്ത് ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാൻ ഇവിടുന്ന് നേരെ കാണാനുണ്ട്. അതെയോ? അതെ, പക്ഷെ ഇവിടെ എങ്ങനെയുണ്ടോ ഗൈസ്? അടിപൊളിയായിട്ടുണ്ട്. വയ്യാണ്ടായോ? ഇല്ല. ഓക്കെ, ഇനി അതും കൂടി ചെയ്യട്ടെ വേഗം. ഞാൻ ചെയ്യണോ? അതാ മതി. എന്നോട് ചെയ്യണ്ടെന്ന് പറഞ്ഞു മമ്മി. ഇന്ന് മമ്മി തന്നെ ചെയ്യാത്ത. ഞാൻ ചെയ്യേ. ഓക്കെ ഓക്കെ then bye bye. Any help? ഒരു ഹെൽപ്പും വേണ്ടോ? അതെന്താ അവിടെ റെഡ് കളർ വന്നേ? അത് ബ്രഷ് അത് വാഷ് ചെയ്യണ്ടേ? അത് കുഴപ്പമില്ല ഉണ്ണിമ. ഓക്കെടാ, ബൈ ബൈ. മമ്മി എന്താ അവിടെ? എന്താണ്? ഒന്നുമില്ല. അയ്യോ, ഞാനില്ലേ പെട്ടെന്ന് ഒന്ന് ഫേസ് വാഷ് ചെയ്യാൻ പോയി. വന്ന് നോക്കുമ്പോട്ടെ കിടക്കണം. അയ്യോ, ഞാനതല്ലേ അമ്മ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. എന്തായാലും കോമഡി ആയിട്ടുണ്ട്. ആള് പെയിന്റ് അടിച്ച് റെസ്റ്റ് ക്ഷീണിക്കുമ്പോ കുറച്ച് റെസ്റ്റ് എടുക്കണോണ്ടേ, അവിടെ തന്നെ കിടന്നിട്ട് റെസ്റ്റ് ചെയ്യണോണ്ടേ. ഇപ്പൊ പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞോട്ടോ. അതാണ്ടോ, ഇനി ഒരു കോട്ടും കൂടെ അടിക്കണം. അടിപൊളിയൊക്കെ ഒക്കെ വൃത്തി ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിന്റെ അടിയിലൊക്കെ കറയൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വെച്ചിട്ടാട്ടോ. അപ്പൊ ഒരു വട്ടം കൂടി അടിക്കണം. ഒന്ന് തുടച്ചാൽ പോവാത്ത കറകളാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടാ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പെയിൻ്റൊക്കെ കഴുകിയിട്ട് പോയിട്ടില്ല, ഒന്നും കൂടെ കഴുകണം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ടാറ്റാ, ബൈ ബൈ.